സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. വെടിപൊട്ടുമ്പോൾ ഞാൻ പറയാം. This is the fourth time, George. You're hijacking our clients. ഓന്റെ ചിരി കണ്ടില്ല, ഒന്നാണ്ട് പൊട്ടിച്ചാലോ? No. ഞങ്ങൾക്കറിയാം ഈ ഗെയിമിന്റെ പിന്നിൽ നിന്റെ ബുദ്ധിയല്ലെന്ന്. നിന്റെ പിന്നിൽ ഒരാളുണ്ടെന്ന്. ഓന്റെ പിന്നിൽ അറബിയല്ലേ? ജോർജേ, ഇതൊരു ബിൽഡപ്പ് സീനല്ല. ഈ കാര്യം പറയ്, ആരാ എന്റെ ബോസ്? അതെ, നിങ്ങൾക്കറിയാവുന്ന ആള് തന്നെ. ദ കോർപ്പറേറ്റ് കിങ്, ദ വൺ ആൻഡ് ഓൺലി ഡെമിട്രി റോഡ്രിഗസ്. ഇത് ദിമിത്രി റോഡ്രിഗസ്, ശക്തനായ ബിസിനസ്മാൻ. ബിസിനസ്സിലൊപ്പം വളരാൻ അയാൾ ആരെയും അനുവദിക്കില്ല. ഇപ്പോൾ ദിമിത്രിയുടെ നോട്ടപ്പുള്ളി ബിസിനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജിമ്മി ജോൺ അടയ്ക്കാക്കാരനാണ്. അല്ലെങ്കിൽ വിളിക്കേണ്ട, അളിയന് ഒരു സർപ്രൈസ് കൊടുക്കാം. ബിൽഡപ്പ് വെറുതെ ആയിപ്പോയി. എങ്ങനെയുണ്ടോ ജിമ്മി? നിന്നെ കൊണ്ടുപോകാൻ വന്നാണ് ഞാൻ. നരകത്തിലേക്ക് നിനക്ക് സ്വാഗതം. കുന്നംകുളം ബേബിയോട് കളിക്കണ്ടാ, വേണ്ടട്ടോ. അളിയാ ഓടി പോയാ, ഞാൻ അസോസിയേഷൻ മെമ്പറാ, എന്നോട് കളിക്കണ്ട, പോണ മതി. ജിമ്മി, എന്താ? എന്നാലും വല്ലാത്ത ചെയ്ത്തായി പോയി. നമുക്കൊരു ട്രിപ്പ് പോയാലോ? 3 tickets. അതെന്തിനാ 3 tickets? ജിമ്മിക്കും. ഞാൻ വരണ്ടല്ലോ. ജോനല്ല, ജിമ്മിക്ക്. ട്രിപ്പും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. പട്ടിയും കൊണ്ട് ഇനി ട്രിപ്പ് ഉണ്ടാക്കുന്നത് കിടന്നുറങ്ങാൻ നോക്കിയേ. പാവ എന്റെ ജിമ്മി. വേണ്ട, ഭയമില്ല. ഇതാര് ശിക്കാരിക്കോയോ?
എന്ത് പറ്റി കേണൽ സാർ? യുദ്ധം കഴിഞ്ഞുള്ള വരവാണോ? ആമാടാ, എനിക്കൊരു യുദ്ധം എന്നുடைய സ്ഥലം അസിംഗമായി പോവാതെ കെയർ പണ്ണ വേണ്ടിയ യുദ്ധം. എന്താ സാറി പറയണേ? Come with me. വിട് സാർ. Go, അങ്ക പാര്. കാണാല. My God. பார்த்துட்டியா? Come with me. Idiot. ആശിൻ, എவ்வளவு നാളാ இந்த மாதிரி നടക്കുന്നത്? അങ്കിൾ പ്ലീസ്, എന്റെ ജിമ്മി അങ്ങനത്തെ ആളല്ല. വെറുതെ ഓരോന്ന് പറയരുത്. அப்படியா? നൈറ്റയ്ക്ക് ഞാനും കാണാമേ എൻ വീട്ടിക്ക് ഏറി വന്നത് இந்த പൊറുക്കിൻ നായിട്ടാ. കല്യാണപ്രായ അതിനുള്ള വഴി വേറെ നോക്കണം. അല്ലാതെ എന്റെ കുട്ടിയല്ല പറയണ്ടേ. அப்படியா? கல்யாண பிராயம் ஆயிடுச்சு. ஆனாலும் இந்த மாதிரி பொறுக்கி பட்டி நாய்க்கன் பொண்ணை கொடுக்கல. ഇവനെ ഞങ്ങളുടെ തറവാട്ടി പറഞ്ഞവനാ. ரொம்ப അന്തസ്സുള്ള തറവാടാ. என்ன தரவாடு? இங்க பார், என் செல்லத்துக்கு ஏதாவது ஆயிடுச்சா சுட்டு தள்ளிடுவேன். ஜாக்கிரதை. Idiot. Bloody idiot. ഈ കേണൽ ഭ്രാന്ത് കൂടിയല്ലോ. അതെ സാറേ ഒരു സെക്കൻഡ്, ഇതൊന്ന് തീർത്തിട്ട് പോരെ? എടാ, നീ എനിക്ക് വെറും മാനേജർ അല്ല, പിന്നെ സ്വന്തം സഹോദരനെ പോലെയാ, ഒരു ബ്രദർ. സാറേ ഇനി ഇക്കാര്യം പറഞ്ഞിട്ടേ എന്റെ ശമ്പളം കുറയ്ക്കാൻ നിൽക്കരുത്. ശമ്പളോ? അല്ല, ഏട്ടന്മാർ അനിയന്മാർക്ക് പൈസ കൊടുക്കണം നിർബന്ധമില്ലല്ലോ. ഏയ്, സാലറി വേണേ കൂട്ടി തരടോ. കൂട്ടി തരുമോ? ആ, എന്താ പ്രശ്നം സാറേ? പറ. ഒരു സമാധാനമില്ലാത്ത ജീവിതാടോ എന്റെ. എന്താ സാറേ? ജാൻസിക്ക് ആ. എന്നേക്കാൾ കാര്യപ്പോ വാട്സപ്പിൽ ആരെങ്കിലായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഏയ് ഫേസ്ബുക്ക്? ഏയ് അതല്ലടാ. വീടിന്റെ ആരെങ്കിലായിട്ട്? ഏയ് ഇതൊന്നുമല്ല. പിന്നെ ഇതൊക്കെയാണല്ലോ ഇപ്പത്തെ ഭാര്യമാരുടെ ഒരു ഫാഷൻ. എടാ, വീട്ടിലൊരു നായയില്ലേ? അയ്യേ, പട്ടിയായിട്ട്? എടാ, ഫുൾ ടൈം അതിനെ കളിപ്പിക്കുക, ചിരിപ്പിക്കുക, അതെന്നാ പരിപാടി? വെറുതെ കളിക്കട്ടെ സാറേ. എടാ, എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഫുൾ ടൈം അതിന്റെ കാര്യത്തിലാണ് ശ്രദ്ധ. സാറിന് ഈ കാര്യം ഒന്ന് വൈഫായിട്ട് സംസാരിച്ചാ പോരെ? അതൊക്കെ ഒരുപാട് പറഞ്ഞാന്നേ. അവളുടെ വീട്ടുകാർ മാത്രമല്ല, എന്റെ വീട്ടുകാർ അവളുടെ സൈഡാ. സത്യം പറഞ്ഞ ആ സാധനം നായല്ല, എന്നെ തൊലയ്ക്കാൻ വന്ന ചെകുത്താനാ. എന്താ കളിക്കണേ? എന്താടാ? പിന്നെ ചിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? യങ് ബിസിനസ്മാൻ, ദുബായിലെ വലിയ അവാർഡ് വിന്നർ, പേര് കേട്ട തറവാടി. സാറേ, ഒരു പീക്കിന് നായന് മുമ്പിൽ ഇതൊക്കെ നാട്ടുകാർ കേട്ടാ വിശ്വസിക്കോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇങ്ങനെ പ്രശ്നം ആദ്യമായിട്ടാ. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു പാട്ടി. ഞാനൊക്കെയാണ് അതിനെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞത്. അതൊന്നും പറ്റില്ല. എന്തുകൊണ്ട്? അവക്കത് വലിയ വിഷമാവും. അയ്യോ, എനിക്ക് അവളെ ഭയങ്കര ആ ഇഷ്ടമാണ്. ഇഷ്ടം തിരിച്ചില്ലല്ലോ. അതൊന്നുമല്ല, ഈ നായ കാരണം. ഈ നായയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗം നിന്റെ മനസ്സിൽ തെളിയുണ്ടോ? എവിടെ? സാറേ, നായനെ ഒഴിവാക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് പറ്റിയൊരു ചങ്ങായിണ്ട്. ആര്? ബബിലേഷ്. എന്ത്? ബബിലേഷ്? ചെങ്കീരി ബബിലേഷ്. സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അസ്സലാം. ദുബായ് പഴയ ദുബായ് അല്ല. പണി ദുബായിലായാലും കൊച്ചിയിലായാലും ഈ ബബിലേഷിന് ഒരേ മൈലേജാ. ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് പറയണ? ഇത് ഞങ്ങൾ അധോലോക നായകന്മാരൊരു ഫേമസ് ഡയലോഗാ. അസോസിയേഷന്റെ തീരുമാന. ആദ്യ ഡയലോഗ്, പിന്നെ പേയ്മെന്റിന്റെ കാര്യം. ചിരിക്കണ്ട. താൻ ദുബായ് ദേരാന്ന് കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട്. എന്ത് കാര്യത്തിനാ? കറണ്ടിനും വെള്ളത്തിനും ബില്ലടയ്ക്കാത്തോണ്ട്. സോമാ, ബൈ ദ ബൈ മിസ്റ്റർ ജിമ്മി,
3 ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തിരിക്കും. 3 ദിവസം കൊണ്ട്. അതെങ്ങനെ? കാര്യങ്ങളൊക്കെ സലഗുണ എന്നോട് പറഞ്ഞിരുന്നു. ആ നായിന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. അയ്യോ കൊല്ലൊന്നും വേണ്ട, ജസ്റ്റ് ആ വീട്ടിൽ നിന്ന് പുറത്താക്കി തന്നാ മതി. അവിടെ കൊന്നാളുടെ സാറേ, നിങ്ങളെ പെണ്ണുങ്ങളൊന്നുമല്ലല്ലോ. അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് സാറേ, Stop, stop. വേണ്ട. അഡ്വാൻസ് അല്ല ബൈ, അത് വർക്ക് കഴിഞ്ഞാൽ തന്നാ പോരെ? കിട്ടുമോ? മതി. അതും പോയോ? പ്രശ്നം തരീനൊക്കെ വിശന്നിരിക്കുക. ആ ബെല്ലി ഡാൻസ് ഇനിയിപ്പോ എങ്ങനെ ഒഴിവാക്കും? ഈ പണ്ടറിഞ്ഞിപ്പോ എന്നെ പിടിച്ച് തിന്നു.